ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. +1 മാത്തമാറ്റിക്സിലെ ഇന്നത്തെ 6ാമത്തെ ക്ലാസ്സാണ്. +1 മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന പാർട്ടിലെ 4 ഓപ്പറേഷൻസിൽ 2 നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതായത് യൂണിയൻ ഓഫ് 2 സെറ്റ്സ് പഠിച്ചു, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സും പഠിച്ചു. ഓർക്കുന്നുണ്ടല്ലോ, യൂണിയനും ഇൻ്റർസെക്ഷനും. യൂണിയൻ എന്ന് പറയുമ്പോൾ 2 സെറ്റുകളുടെ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വലിയ സെറ്റാക്കുക, അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഒരു പ്രാവശ്യം എഴുതുക. ഓക്കെ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ 2 സെറ്റ്സിലെ എലമെൻറ്റ്സിൽ കോമൺ എലമെൻറ്റ്സ് വരുന്നത് മാത്രം എടുത്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കുന്നതിനാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. യൂണിയൻ്റെ സെറ്റ് ബിൽഡർ ഫോം എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അത് എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ ആ ഓർ എന്നുള്ളത് മാറ്റിയിട്ട് ആൻഡ് എന്നാക്കിയാൽ ഇൻ്റർസെക്ഷൻ്റെ സെറ്റ് ബിൽഡർ ഫോം കിട്ടും. പിന്നെ നമ്മൾ വെൻ ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. യൂണിയൻ്റെ വെൻ ഡയഗ്രാം ആകുന്ന സമയത്ത് ആ എയും ബിയും 2 സർക്കിളും കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യും. ഇൻ്റർസെക്ഷൻ്റെ വെൻ ഡയഗ്രത്തിൽ ആ എൻ്റെയും ബിൻ്റെയും ഓവർലാപ്പ് ചെയ്ത് വരുന്ന കോമൺ റീജിയൺ മാത്രം നമ്മൾ ഷെയ്ഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ 2 ഓപ്പറേഷൻസ് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്കിനി പഠിക്കാനുള്ള 2 ഓപ്പറേഷൻസ് ഡിഫറൻസും പിന്നെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നൊരു ഓപ്പറേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ മുമ്പ് നമുക്ക് ഒരു ക്വസ്റ്റ്യനും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കാരണം ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ 2 ഓപ്പറേഷനും കൂടെ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കം ടു ദ ക്ലാസ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെയർ ഓഫ് സെറ്റ്സ് ആണ്, 2 സെറ്റ്സ് തരും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 2 സെറ്റ്സ് ഉണ്ട്, തേർഡ് ക്വസ്റ്റ്യനിലും 2 സെറ്റ്സ് ഉണ്ട്. ഈ ഓരോ ക്വസ്റ്റ്യനിലും തന്നിട്ടുള്ള ആ 2 സെറ്റുകൾ, ആ പെയർ ഓഫ് സെറ്റ്സ് ഡിസ്ജോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇൻ്റർസെക്ഷൻ എന്നുള്ള പാർട്ടിൽ 2 സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 5. അതായത് കോമൺ എലമെൻറ്റ്സ് ഇല്ലാത്ത 2 സെറ്റുകൾക്കാണ് നമ്മൾ എന്ത് പേര് പറയാം? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പേര് പറയാം. അപ്പോൾ ഇതിൽ ഏതെല്ലാം പെയറുകളാണ് ഡിസ്ജോയിൻറ്റ് എന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ആദ്യത്തെ നോക്കിക്കോളൂ. ആദ്യത്തെ പെയറിൽ ഒരു സെറ്റ് റോസ്റ്റർ ഫോമിലും രണ്ടാമത്തെ സെറ്റ് ബിൽഡർ ഫോമിലുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ റോസ്റ്റർ ഫോമിലുള്ളത് നമുക്ക് അത് മതി. സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ, എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് നാച്ചുറൽ നമ്പർ ആണ്. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഈ ഇൻഇക്വാലിറ്റിന്റെ മീനിങ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റർവെല്ലൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് 4 to 6 ആണ് അല്ലേ, 4 മുതൽ 6 വരെയുള്ള നാച്ചുറൽ നമ്പർ. അപ്പോൾ ഏതൊക്കെ വരാം? 4, 5, 6. ഇതാണ് ഇതിൽ വരിക. ഇതിന് ഞാൻ എ എന്നും ഈ സെറ്റിന് ബി എന്നും പേരിട്ടാൽ എയും ബിയും ഇന്റർസെക്ട് ചെയ്ത് നോക്കൂ നിങ്ങൾ. എന്താ വരുന്നത്? എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ എലമെന്റ്സ് 4 ഉണ്ട്. ഓക്കെ, 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തല്ല? നോട്ട് ഈക്വൽ ടു 5. ഇത് 5 അല്ലല്ലോ, ഒരു എലമെന്റ് ഉണ്ടല്ലോ, നമ്മളിതിന് സിംഗിൾട്ടൺ സെറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ കോമൺ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്തല്ല? ഡിസ്ജോയിന്റ് അല്ല. ദിസ് പെയർ ഓഫ് സെറ്റ്സ് ആർ നോട്ട് ഡിസ്ജോയിന്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2ഉം റോസ്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എ ഇന്റർസെക്ഷൻ ബി, ഞാൻ എയും ബിയും ഇതിന് പേര് കൊടുത്തു എന്ന് വിചാരിക്കുക കേട്ടോ. ഇത് എ എന്നും ഇത് ബി എന്നും പേരിട്ട് കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കോമൺ എലമെന്റ്സ് ഉണ്ടോ നോക്കൂ. എ കോമൺ ആണോ? അല്ല. ഇ കോമൺ ആണോ? യെസ്, ഇ കോമൺ ആണ്. ഇനി ഏതെങ്കിലും കോമൺ ഉണ്ടോ? ഐ കോമൺ അല്ല, ഒ കോമൺ അല്ല, യുവും കോമൺ അല്ല. ഇതിൽ ഇ മാത്രമാണ് കോമൺ എലമെന്റ്. ഇതും എന്തല്ല? നൾ സെറ്റ് അല്ല, നോട്ട് ഈക്വൽ ടു 5. So this pair of sets are also not disjoint ആയിട്ടില്ല. ഇനി ഇത് നോക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ, തേർഡ് ക്വസ്റ്റ്യനിൽ എ ഇന്റർസെക്ഷൻ ബി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? ഇതെന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൺ ഇൻറ്റീജർ. ഈവൺ ഇൻറ്റീജർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 2 ഉണ്ട്, 4, 6, 8. ഓക്കെ, ഈവൺ ഇൻറ്റീജർ 0യും വരും ശരിക്കും ഇതിനകത്ത്. ഏതായാലും 2, 4, 6, 8 എടുക്കുകയാണെങ്കിൽ ഇത് ഓഡ് ഇൻറ്റീജർ. ഇതിലേതാ വരിക? 1, 3, 5, 7, 9. ഇതിലും കോമൺ എലമെന്റ് ഉണ്ടാവുമോ? ഇത് ഈവൺ നമ്പർ ആണ്, അത് ഓഡ് നമ്പർ ആണ്, കോമൺ എലമെന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ ഡിസ്ജോയിന്റ് പെയർ ഓഫ് സെറ്റ്സ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തെന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇനി നമ്മൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിലെ മൂന്നാമത്തെ ഓപ്പറേഷൻ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. 2 സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ വ്യത്യാസം എന്ന് പറയാം. അത് സബ്ട്രാക്ഷൻ എന്നാണ് ഇതിൻ്റെ മീനിങ്. എ മൈനസ് ബി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബി മൈനസ് എ കണ്ടുപിടിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, എയും ബിയും. ഇതിൽ എയിൽ നിന്ന് ബി മൈനസ് ചെയ്യണം, അതുപോലെ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യണം. രണ്ടും ഡിഫറൻസ് ആണ്. എ മൈനസ് ബിയും വേണം നമുക്ക്, ബി മൈനസ് എയും വേണം. ബി മൈനസ് എ
ഇത് രണ്ടും നമുക്കിതിലൊന്ന് കണ്ടു നോക്കണം. എയിൽ നിന്ന് ബി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എയിലെ ഈ 3യിൽ നിന്ന് 2 കുറക്കുക എന്നല്ല. 3 2 മൈനസ് ചെയ്യുക, 4 3 മൈനസ് ചെയ്യുക, 5 5 6 7, അപ്പോൾ ഇവിടെ 11 മൈനസ് ചെയ്യാൻ 11 മൈനസ് ചെയ്യാറില്ല, അങ്ങനൊന്നും അല്ല കേട്ടോ. എയിൽ നിന്ന് ബി എടുത്തൊഴിവാക്കുക, എയിൽ നിന്ന് ബി എടുത്തൊഴിവാക്കുക. അപ്പോൾ ബിയിലെ ആരെല്ലാം എയിലുണ്ട് എന്ന് നോക്കുക. 3യിൽ നിന്ന് ഇപ്പോൾ ഈ 3 ഇതിൽ ഒരു 3 ഉണ്ടല്ലോ. അപ്പോൾ ഈ എയിൽ നിന്ന് ബിയിലുള്ള എലമെന്റ്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബിയിലെ 2 ഇതിൽ നിന്ന് കട്ട് ചെയ്യണം, 2 അതിലില്ല. ബിയിലെ 3 ഇതിൽ നിന്ന് കട്ട് ചെയ്തു, ഇയാളെ കട്ട് ചെയ്തു. പിന്നെ ബിയിലെ 5 ഇതിൽ നിന്ന് കട്ട് ചെയ്തു, ബിയിലെ 7 ഇതിലില്ല, ഇല്ലാത്ത നമുക്ക് എടുത്തൊഴിവാക്കാൻ കഴിയില്ല. 11 ഇതിലില്ല. അപ്പോൾ ഈ 3ഉം 5ഉം പോയിട്ട് അതിനകത്ത് 4ഉം 6ഉം ബാക്കിയാകും. ഇതാണ് എ മൈനസ് ബി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ പ്രോസസ്സാണ്. എയിലുള്ള എലമെന്റ്സിൽ നിന്ന് ബിയിലുള്ള എലമെന്റ്സ് ഒക്കെ എടുത്ത് ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്യുക. ബിയിലുള്ള എലമെന്റ്സ് ആയിട്ട് എയിൽ 3ഉം 4ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ 3നും 4നും എടുത്ത് ഒഴിവാക്കി. 3യും 4 അല്ല, 3യും 5ഉം മാത്രമേ ഉള്ളൂ, അതിനെടുത്ത് ഒഴിവാക്കി. ബാക്കി 4ഉം 6ഉം ബാക്കി വന്നു. എന്നാൽ തിരിച്ചു ചെയ്യുമ്പോഴോ, ബി മൈനസ് എ ചെയ്യുമ്പോഴോ ബിയിൽ നിന്ന് എയിലുള്ള എലമെന്റ്സ് ഒക്കെ എടുത്ത് ഒഴിവാക്കണം. എയിലുള്ള 3യും 5ഉം അല്ലാതെ 3യും 5ഉം അല്ലാതെ വേറെ ആരെങ്കിലും ബിയിലുണ്ടോ എയുടേതായിട്ട്? അപ്പോൾ ഈ ബിയിൽ നിന്ന് എ, ഇപ്പം ഇങ്ങനെ വിചാരിച്ചാൽ മതി, ബിയിൽ നിന്ന് എ എന്നുള്ള സെറ്റ് എയിലുള്ള ആൾക്കാരെ എടുത്തു കൊണ്ടുപോയി. അപ്പോൾ എ വന്നിട്ട് ഈ ബിയിൽ നിന്ന് ആരെല്ലാം പൊക്കിയെടുക്കും? എയുടെ 3 ഇതിൽ നിന്ന് എടുക്കും, എയുടെ 5 ഇതിൽ നിന്ന് എടുക്കും. എയുടെ 4 എടുക്കാൻ ഇവിടെ 4 ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്തത് നമുക്ക് എടുത്തു കൊണ്ടുവരാൻ കഴിയില്ല. എയുടെ 6 ഇതിൽ നിന്ന് എടുക്കാൻ 6ഉം ഇല്ല. അപ്പോൾ എ വന്നിട്ട് ഈ 3യിൽ നിന്ന് ഈ ബിയിൽ നിന്ന് 3നെയും കൊണ്ടുപോകും, 5നെയും കൊണ്ടുപോകും. ബാക്കി അതിനകത്ത് 2 7 11 ബാക്കിയാവും. ദിസ് ഈസ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. അപ്പോൾ എന്താണ് എ മൈനസ് ബി? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ if A and B are two sets, then A minus B is the set obtained by writing all the elements of A but not the elements of B. മനസ്സിലായില്ല? ഇവിടെ നോക്കൂ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എ മൈനസ് ബിയിൽ നമ്മൾ ആരാണ് എഴുതുക? എയിലുള്ള എലമെന്റ്സ് ഒക്കെ എഴുതും, പക്ഷെ ബിയിലുള്ളത് എഴുതൂല. അപ്പോൾ എയിലുള്ള എലമെന്റ്സ് 3യും 4ഉം 5ഉം 6ഉം അല്ലേ, അതൊക്കെ നമ്മൾ ഇവിടെ എഴുതും, പക്ഷേ ബിയിലുള്ളത് എഴുതൂല. ബിയിലുള്ള 3യും 5ഉം നമ്മൾ എഴുതൂല, അപ്പോൾ ബാക്കി 4ഉം 6ഉം എഴുതും. അപ്പോൾ ബി മൈനസ് എന്തായിരിക്കും? ബി മൈനസ് ഈസ് എ സെറ്റ് ഒബ്റ്റൈൻഡ് ബൈ റൈറ്റിംഗ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ബി ബട്ട് നോട്ട് ദ എലമെന്റ്സ് ഓഫ് എ. ബിയിലുള്ള എല്ലാ എലമെന്റും നമ്മൾ എഴുതും, പക്ഷേ എയിലുള്ളത് എഴുതൂല. അപ്പോൾ ബിയിലുള്ള 2 3 5 7 11 എയിലുള്ള ഈ 3യും 5ഉം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ബി മൈനസ് എയിൽ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെ എഴുതിക്കൂടെ? നമുക്ക് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ, അതായത് എയിലുള്ള എലമെന്റ്സ് നമ്മൾ എഴുതും, എക്സ് നോട്ട് ബിലോങ്സ് ടു ബി, ബിയിലുള്ളത് എഴുതില്ല. അപ്പോൾ എയിൽ നിന്ന് ബിയിലുള്ള 3യും 5ഉം ഒഴിച്ച് ബാക്കിയെല്ലാം എ മൈനസ് ബിയിൽ എഴുതും. സിമിലർലി വാട്ട് വിൽ ബി ബി മൈനസ് എ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി, എക്സ് നോട്ട് ബിലോങ്സ് ടു എ. ബിയിലുള്ളത് എഴുതും, പക്ഷേ എയിലുള്ളത് എഴുതൂല. അങ്ങോട്ട് നോക്കി, ഇതൊക്കെ ബിയിലുള്ളതല്ലേ, 2ഉം 7ഉം 11ഉം കണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കും ബിയിലും 3യും 5ഉം ഉണ്ടല്ലോ, പക്ഷേ അയാൾ എയിലുണ്ട്, അതൊക്കെ എയിലുണ്ട്, അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഇനി വെൻ ഡയഗ്രത്തിലേക്ക് വരാം. ഇതാ, ഈ എയിൽ നിന്ന് ബി അങ്ങോട്ട് ഒഴിവാക്കാൻ പോവാണ്. എയിൽ നിന്ന് ബി അങ്ങോട്ട് ഒഴിവാക്കാൻ പോവാണ്. അപ്പോൾ എയിൽ നിന്ന് നമ്മൾ ആരെയാണ് ഒഴിവാക്കുക? എയിൽ നിന്ന് എന്തേ നമുക്ക് നഷ്ടപ്പെടുള്ളൂ എന്ന് അറിയുമോ? ഈ ബി എന്നുള്ള ഫിഗർ റൗണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഭാഗം അങ്ങോട്ട് പോകും എയിലെ, ബാക്കി ഇത്രയും വരും. ഇത്രയും ഭാഗം മാത്രമേ ഇനി എയിൽ ബാക്കി ഉണ്ടാവുള്ളൂ. ദിസ് ഈസ് എ മൈനസ് ബി. ഈ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ, ഞാനിപ്പോൾ സർക്കിൾ മാത്രം വരച്ചു തരാൻ നോക്കിക്കോളൂ. ഇത് യൂണിവേഴ്സൽ സെറ്റ്, വെൻ ഡയഗ്രം അറിയാലോ. ഇത് എ, ഇത് ബി. അപ്പോൾ ബി മൈനസ് എ എന്തായിരിക്കും? ഈ ബി ഇല്ലേ, അതിൽ നിന്ന് എ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ ഇതാണ് ബാക്കിയാവുക. അപ്പോൾ ഇത് അങ്ങോട്ട് പോകില്ലേ. ശരിക്ക് എ മൈനസ് ബി എന്ന് പറയുമ്പം എക്ക് എന്തേ നഷ്ടപ്പെടുന്നുള്ളൂ പറയുന്നത് ഇത് ഓർത്ത് വെച്ചിട്ടോ, നമുക്ക് ആവശ്യം ഉണ്ടാവുക. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ശരിക്ക് എയിൽ നിന്ന് എന്താ പോവാന്ന് അറിയോ? എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ ആണ് പോവുക. എയിൽ നിന്ന് ഇവിടെ എന്തേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ? ഈ സ്ഥലം നഷ്ടപ്പെട്ടു അല്ലേ? എയിൽ നിന്ന് ഈ സ്ഥലം നഷ്ടപ്പെട്ടു. ഈ സ്ഥലം ഏതാ? ഇൻ്റർസെക്ഷൻ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ എന്തായിരിക്കും ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ? ശരിക്കും ബിയിൽ നിന്ന് എന്തേ പോവുള്ളൂ? ഒന്ന് ഇവിടെ താഴത്തെ ഫിഗറിലേക്ക് നോക്കി. ബി മൈനസ് എ ചെയ്തപ്പോൾ ബിക്ക് എന്തേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ? ബിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്ഥലം എ കൊണ്ടുപോയി. ഈ സ്ഥലം ഏതാ? എൻ്റെയും ബിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ, പ്രോബ്ലം നമുക്ക് ആവശ്യമുണ്ടാവും, ചെയ്യാൻ ആവശ്യമുണ്ടാവും. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ശരിക്ക് എയിൽ നിന്ന് നമുക്ക് ബി കംപ്ലീറ്റ് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നോക്കിയാൽ ഈ എയിൽ നിന്ന് നിങ്ങൾ ഈ ബി കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റുമോ? ഈ 3നും 5നും മാത്രമല്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ 2നും 11നും 7നും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? കാരണം അത് അവിടെ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ എയിൽ നിന്ന് ബി മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടിലെയും കോമൺ ആയിട്ടുള്ള എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മൾ അവിടുന്ന് എടുത്തൊഴിവാക്കുക. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നതും എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നതും സെയിം ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്.
അപ്പോൾ നമുക്ക് എന്താണ് എ മൈനസ് ബി, എന്താണ് ബി മൈനസ് എ പഠിച്ചു. അതിനെ നമ്മൾ ജനറൽ ആയിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്ന പഠിച്ചു. അതിൻ്റെ ഷെയ്ഡിങ് വെൻ ഡയഗ്രത്തിൽ എ മൈനസ് ബിയും ബി മൈനസ് ബിയും കാണിച്ചു വെച്ചു. ഇത്രയാണ് എ മൈനസ് ബിയിൽ ഉള്ളത്. ഒരിക്കലും എ മൈനസ് ബി ബി മൈനസ് എക്ക് ഈക്വൽ അല്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസിൽ അങ്ങനെ പറയാം, എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഇവിടെ നോക്കിയാൽ അറിയാം എ മൈനസ് ബി അല്ല ബി മൈനസ് എ. അത് സാധാരണ നമ്പറിൻ്റെ കേസിലും അങ്ങനെ അല്ലല്ലോ. 10 - 2 ആണോ, 2 - 10 സൈൻ റിവേഴ്സ് ചെയ്യുന്നില്ലേ? ഇത്രയാണ് ഡിഫറൻസിലുള്ളത്. ലാസ്റ്റത്തെ 4ാമത്തെ ഓപ്പറേഷൻ, കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്. 2 സെറ്റുകൾക്കാണ് നമ്മൾ യൂണിയൻ പഠിച്ചത്, 2 സെറ്റുകൾക്കാണ് ഇൻ്റർസെക്ഷൻ പഠിച്ചത്, 2 സെറ്റുകൾക്കാണ് നമ്മൾ ഡിഫറൻസ് പഠിച്ചത്. പക്ഷേ ഇനി ഒരു സെറ്റ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കോംപ്ലിമെൻറ്റ് കാണുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെറ്റ് മാത്രമല്ല മറ്റൊരു സെറ്റ് ഉണ്ട്. അതാരാണെന്നറിയോ? ഈ സെറ്റിൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. എന്താ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ? യു എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്ന തന്നിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിൻ്റെ സൂപ്പർ സെറ്റ്. ഇത് നമ്മൾ എഴുതാൻ പോകുന്ന സെറ്റ് ഉണ്ടല്ലോ, യൂണിവേഴ്സൽ സെറ്റ്, അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സൽ സെറ്റ് നിങ്ങളോട് പോയി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെടുക്കാം യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട്? യു ഇസ് ഈക്വൽ ടു, ഇത് അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം 2, 3, 5. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം അല്ലേ, 2, 3, 4, 5 മതിയല്ലോ. വേണമെങ്കിൽ ഒരു 6 എഴുതാം. ഞാൻ 6 കൂടെ എഴുതി വെച്ചു. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു 1 കൂടെ ആഡ് ചെയ്തു. 1, 2, 3, 4, 5 ഇങ്ങനെയൊക്കെ കൊടുത്തു വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് ആണല്ലോ, സംശയമില്ലല്ലോ. ഇതിൻ്റെ സബ്സെറ്റ് അല്ലേ ഇത്? ഓക്കെ. ഇനിയാണ് കോംപ്ലിമെൻറ്റ് കാണും. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എ ഡാഷ്. ഇങ്ങനെയാണ് കോംപ്ലിമെൻറ്റിൻ്റെ സിമ്പിൾ. എ ഇട്ടിട്ട് മുകളിൽ ചെരിച്ചിട്ട് ഒരു വര, എ ഡാഷ് ഇസ് ഈക്വൽ ടു. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഡിഫറൻസ് പഠിച്ചില്ലേ? ഓക്കെ. അപ്പോൾ ഈ യുന്ന് എ മൈനസ് ചെയ്യാം, അതാണ് എ ഡാഷ്. യുന്ന് എ മൈനസ് ചെയ്യാം. അപ്പോൾ യുവിൽ നിന്ന് ഇതൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള എഴുതാം. ഇതല്ലാത്തതൊക്കെ യുവിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. 2ഉം 3ഉം 5ഉം ഒഴിച്ച് ബാക്കി യുവിൽ 1 ഉണ്ട്, 4 ഉണ്ട്. അത്രയല്ലേ ഉള്ളൂ. ദിസ് ഈസ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എവിടെയാണ്? എന്താ നിങ്ങൾ എ മൈനസ് ബിക്ക് പഠിച്ചത്? സെറ്റ് ബിൽഡർ ഫോം എക്സ് ബിലോങ്സ് ടു എ നോട്ട് ബിലോങ്സ് ടു ബി. ഈ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും യു മൈനസ് എ ആണ്. അപ്പോൾ യു മൈനസ് എൻ്റെ സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞാൽ മതി. യു മൈനസ് എൻ്റെ സെറ്റ് ബിൽഡർ ഫോം എക്സ് ബിലോങ്സ് ടു യു, എക്സ് നോട്ട് ബിലോങ്സ് ടു എ. മനസ്സിലായോ? യു മൈനസ് എൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്താ? എ മൈനസ് ബിയുടെ സെറ്റ് ബിൽഡർ ഫോം എന്താ? എ മൈനസ് ബിയുടെ സെറ്റ് ബിൽഡർ. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെന്റ്സ് എഴുതും, അതിൽ നിന്ന് ബിയിലുള്ളത് എഴുതാതിരിക്കും. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ, എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. അപ്പോൾ യു മൈനസ് എൻ്റെ എന്താ? എക്സ് ബിലോങ്സ് ടു യു ബട്ട് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. അപ്പോൾ ഇതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത്രയേ ഉള്ളൂ. യുന്ന് എ മൈനസ് ചെയ്യും, അതായത് എയിൽ ഇല്ലാത്തത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് എ കോംപ്ലിമെൻറ്റ് മീൻസ് നോട്ട് എ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നോട്ട് എ. എ അല്ലാത്തതൊക്കെ എ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ അല്ലാത്തത് 2ഉം 3ഉം 5ഉം അല്ലാത്തത്. പക്ഷെ അല്ലാത്തതെന്ന് പറയുമ്പോൾ എല്ലാ നമ്പറും വേണ്ട. യൂണിവേഴ്സൽ സെറ്റിൽ 2ഉം 3ഉം 5ഉം അല്ലാത്ത എല്ലാ നമ്പറും. അപ്പോൾ അതിൻ്റെ വെൻ ഡയഗ്രം ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇത് എ. യുന്ന് എ ഒഴിവാക്കി ബാക്കിയെല്ലാം, യു എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിൽ നിന്ന് ഈ റൗണ്ട് ഒഴിവാക്കിയാൽ ബാക്കി എന്തൊക്കെയുണ്ട്? ഈ റൗണ്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനവും, ഇത്രയും ഏരിയ, ഇത് കംപ്ലീറ്റ് എ കോംപ്ലിമെൻ്റ് ആണ്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എ കോംപ്ലിമെൻറ്റ്. എ ഒഴിവാക്കി ബാക്കിയൊക്കെ ഷെയ്ഡ് ചെയ്തു. ഏതിൽ നിന്ന്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന്. കോംപ്ലിമെൻറ്റ് ക്ലിയർ ആയോ? എയുടെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കി ബാക്കിയെല്ലാം എഴുതുക. അപ്പോൾ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബി ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് ബി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി മൈനസ് ചെയ്യുക. യൂണിവേഴ്സൽ സെറ്റ് അല്ലാതെ വേറൊരു സെറ്റും എടുത്തിട്ട് നിങ്ങൾ എയും ബിയും മൈനസ് ചെയ്യുന്ന പരിപാടികളൊന്നും പാടില്ല. കോംപ്ലിമെന്റ് എന്ന് കേട്ടാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ തന്ന സെറ്റ് മൈനസ് ചെയ്യുക. അതാണ് കോംപ്ലിമെന്റ്. ഇപ്പോൾ നമ്മൾ 4 ഓപ്പറേഷൻസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ ഇതിൽ ഡിഫറൻസിന് കാര്യമായിട്ടൊരു പ്രോപ്പർട്ടീസ് ഒന്നും പറയാനില്ല. കോംപ്ലിമെന്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, സവിശേഷതകളുണ്ട്. നമ്മൾ യൂണിയൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചില്ലേ? കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, അങ്ങനെ എന്താ പറയുക, ഇഡംപൊട്ടൻറ്റ് ലോ, ലോ ഓഫ് ഫൈ, ലോ ഓഫ് യു. ഇതുപോലെ ഇന്റർസെക്ഷനിൽ വന്നപ്പോൾ അഡീഷണൽ ആയിട്ട് 2 കൂടെ വന്നു. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലേ? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി, അതേപോലെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇതൊക്കെ ഇതുപോലെ കോംപ്ലിമെന്റിൽ വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലേക്ക് വരാം നമുക്ക്. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് ആണ് അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. എ ഡാഷ് ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എടുത്തിട്ട് പിന്നെയും കോംപ്ലിമെന്റ് എടുത്താൽ ഒരു ഉദാഹരണം നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. യു ഇസ് ഈക്വൽ ടു 0, 1, 2, 3, 4. എ എന്ന് പറഞ്ഞാൽ 0, 2 ആണ്. അപ്പോൾ എ ഡാഷ് എന്തായിരിക്കും? എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് 0ഉം 2ഉം ഒഴിവാക്കുക, ബാക്കി 1, 3, 4 ഇതല്ലേ എ ഡാഷ്. ഈ എ ഡാഷിനെ ഒന്നും കൂടെ ഡാഷ് എടുത്താൽ ഇതിന്റെ കോംപ്ലിമെന്റ്. അപ്പോൾ ഇതിനെ ഇതിൽ നിന്ന് ഒഴിവാക്കണം.
134 ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ ബാക്കി 0 2 എന്നല്ലേ കിട്ടുക. ഇതിൽ നിന്ന് 134 ഒഴിവാക്കിയാൽ അപ്പോൾ ഈ എ ഡാഷ് ഓൾ ഡാഷും എയും ഈക്വൽ ആയില്ലേ. അപ്പോൾ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ പഴയ സെറ്റ് തന്നെ കിട്ടുന്നു, ഈസ് ഈക്വൽ ടു എ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ് നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ ഫൈ കോംപ്ലിമെന്റ് എന്താണ്? നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ്. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ഞാൻ ഫൈ ഇതാണ് യു എന്ന് വിചാരിച്ചു. അപ്പോൾ ഫൈ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ശരിക്ക് യു മൈനസ് ഫൈ അല്ലേ വരിക. യുന്ന് ഫൈ കുറക്കണം അല്ലേ. എന്താ യുന്ന് ഫൈ കുറച്ചാൽ കിട്ടുക? ഇതിൽ നിന്ന് നൾ സെറ്റ് ഒഴിവാക്കി എന്താ കിട്ടുക? നൾ സെറ്റ് പറഞ്ഞാൽ ഒന്നുമില്ല, 0 കുറക്കുന്നത് പോലെ ഉണ്ടാവും. ഒരു നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ ആ നമ്പർ അതേപോലെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നൾ സെറ്റ് എടുത്ത് ഒഴിവാക്കിയാൽ ഇതേ സെറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഫൈ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും അടുത്ത പ്രോപ്പർട്ടിയിൽ? യു കോംപ്ലിമെന്റ്. വാട്ട് ഈസ് യു കോംപ്ലിമെന്റ്? ഈ സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ സെറ്റ് മൈനസ് ചെയ്യുക. ഇവിടുത്തെ ആ സെറ്റ് എന്ന് പറയുന്നത് യു തന്നെയാണ്. അപ്പോൾ ആൻസർ 0 അല്ല കിട്ടുക. 0 അല്ല, ഫൈ. നൾ സെറ്റ് വെറും 0 കിട്ടൂല നമുക്ക്. സെറ്റിൽ ഒരു സെറ്റാണ് ബാക്കിയാവുക, എലമെന്റ് ഇല്ലാത്ത. ഇതിനെ ഇതിൽ നിന്നാണ്ട് എടുത്ത് ഒഴിവാക്കിയാലോ ഈ എലമെന്റ്സ് ഒക്കെ അവിടെ പോകും. പിന്നെ ഒരു ബ്രാക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൈ ആണ് കിട്ടുക. അടുത്ത രണ്ടെണ്ണം നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കോ. അടുത്ത രണ്ടെണ്ണം വെരി ഇമ്പോർട്ടൻറ്റ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. ഇതെന്താ സാധനം? യൂണിവേഴ്സൽ സെറ്റ് അല്ല കേട്ടാ. യൂണിയൻ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു. അതുപോലെ അടുത്തത് വരുന്നത് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമുകൾക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നും, എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നുമാണ്. ഈ സാധനം ഈ രണ്ടെണ്ണത്തിനും നമ്മൾ പറയാം ഡി മോർഗൻസ് ലോ എന്നാണ് പറയാം. ഡി മോർഗൻസ് ലോ. ഡി മോർഗൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. ഡി മോർഗൻസ് ലോ. രണ്ട് സെറ്റുകളുടെ യൂണിയന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും കോംപ്ലിമെന്റിന്റെ ഇന്റർസെക്ഷൻ ഈക്വൽ ആണ്. മാറിപ്പോരുത്. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് അല്ല, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതേപോലെ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇത് രണ്ടും വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആണ് കോംപ്ലിമെന്റിലെ. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ഇല്ല, രണ്ട് സെറ്റ് എന്നിട്ട് അത് ഈ പ്രോപ്പർട്ടി അതിൽ വെരിഫൈ ചെയ്യാൻ പറയും. ആ ക്വസ്റ്റൻ സ്ഥിര എക്സാമിന് കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു, 4 ഓപ്പറേഷൻസും കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ക്വസ്റ്റൻസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവണം. വെറും ഇങ്ങനെ തിയറം പറഞ്ഞു പോയാൽ പോരാ. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്തൊരു ക്ലാസ്സോട് കൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആകാൻ പറ്റും. അടുത്തൊരു ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ചെയ്യാനുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം ചെയ്യാനുണ്ട് ഈ യൂണിയനും ഇന്റർസെക്ഷനും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റൻ ഇതാണ്. ഗിവൺ ദാറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി, ബി ഇസ് ഈക്വൽ ടു സെറ്റ് എ സി ഇ ജി ആൻഡ് യു ദ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, നമുക്ക് കാണേണ്ടത് വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഡി മോർഗൻസ് ലോ. ഇത് വെരിഫൈ ചെയ്യണം. എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക നമുക്ക് നോക്കാം. ഇത് വെരിഫൈ ചെയ്യാൻ ആദ്യം നമുക്കിതിൻ്റെ എൽ എച്ച് എസ്. എന്താ എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ? ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമുക്ക് ആവശ്യം എ യൂണിയൻ ബി ഓൾ ഡാഷ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. പറഞ്ഞോളൂ. എ യൂണിയൻ ബി, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യൂ, മിക്സ് ചെയ്യൂ. എ ബി സി, പിന്നെന്താ എ ബി സി. ഇനി ഇതിൽ നിന്ന് എ എഴുതണ്ട, സി എഴുതണ്ട, ഇയും എഫ് ജിയും എഴുതിയാൽ മതി. ഇതല്ലേ എ യൂണിയൻ ബി. ദർഫോർ എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇതിന്റെ ഓൾ ഡാഷ് കോംപ്ലിമെന്റ് പറയുമ്പോൾ ഇതിനെ എവിടുന്ന് മൈനസ് ചെയ്യാം? ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിനെ യുന്ന് മൈനസ് ചെയ്യാം. ഇവിടെ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. അപ്പോൾ എ യൂണിയൻ ബിനെ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഇതിന് ആരെല്ലാം പോവും? പോയിട്ട് ആരെല്ലാം ബാക്കി ഉണ്ടാവും പറയും? എ പോവും, ബി പോകും, സി പോകും, ഇ പോകുന്നു, ജിയും പോകുന്നു. പിന്നെ അവിടെ ബാക്കിയാവുന്നത് ഡി ബാക്കിയുണ്ട്, എഫ് ഉണ്ട്, എച്ച് ഉണ്ട് അല്ലേ? നോക്കൂ, ഡി എഫ് എച്ച് ഇത്രയും ബാക്കിയാവും. ദിസ് ഈസ് എൽ എച്ച് എസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ഇനി ആർ എച്ച് എസ് റൈറ്റ് ഹാൻഡ് സൈഡ്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, ഇതാണ് ആർ എച്ച് എസിൽ നമുക്ക് വേണ്ട. ഇത് എൽ എച്ച് എസ്. ഇവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം എ ഡാഷ് ഇതിനെ അതിൽ നിന്ന് ഒഴിവാക്കുക. എ ബി സി അതിൽ നിന്ന് കട്ട് ചെയ്താൽ ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, ഇനി വേണ്ടത് ബി ഡാഷ്. ഇതിനെ അതിൽ നിന്ന് ഒഴിവാക്കുക. എ ഒഴിവാക്കി, സി ഒഴിവാക്കി, ഇയും ഒഴിവാക്കി, എ ഒഴിവാക്കി, സി ഒഴിവാക്കി, ഇയും ഒഴിവാക്കി, ജിയും ഒഴിവാക്കി. ബാക്കി ബി ഡി എഫ് എച്ച്.
ഇനി therefore നമുക്ക് ആവശ്യമുള്ള എന്താ? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സ്. ഇതിൽ ആരൊക്കെ കോമൺ ഉള്ളത്? ഡി കോമൺ ആണ്, എഫ് കോമൺ ആണ്, എച്ച് കോമൺ ആണ്. ദിസ് ഈസ് LHS ആൻഡ് ദിസ് ഈസ് RHS. ഇതിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് DFH, റൈറ്റ് ഹാൻഡ് സൈഡും DFH. എന്ത് കിട്ടി നമുക്ക്? LHS is equal to RHS. Therefore, the result verified. ഇങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കുക. Therefore, the result verified. ഇത് രണ്ടും ഈക്വൽ ആണ്, നമ്മൾ വെരിഫൈ ചെയ്തു. ഈ എക്സാമ്പിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിനും കൂടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് A minus B all dash. A minus B all dash ചോദിച്ചാൽ ആദ്യം നമുക്ക് A minus B വേണം അല്ലേ? ആദ്യം A minus B. എയിൽ നിന്ന് B ഒഴിവാക്കാം. എയിൽ നിന്ന് ഈ A ഇതിൽ നിന്ന് ഒഴിവാക്കി, സി ഇതിൽ നിന്ന് ഒഴിവാക്കി, ഇ ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വിചാരിക്കാം. ഇല്ല, അവിടെ ജി ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് വിചാരിക്കാം. ഇനി എന്താ ബാക്കിയുള്ളത്? ബി. ഇനി വേണ്ടത് ഇതിൻ്റെ ഡാഷ് കോംപ്ലിമെൻറ്റ് A minus B all dash. ഓൾ ഡാഷ് പറയുമ്പം കോംപ്ലിമെൻറ്റ് പറയുമ്പം യു എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. യുവിൽ നിന്ന് ഇത് ഒഴിവാക്കുക, ബി ഒഴിവാക്കുക. യുവിൽ നിന്ന് ഈ ബി ആണ്ട് ഒഴിവാക്കിയാൽ ബാക്കി എന്താ വരിക? A C D E F G H ഇത്രയും ബാക്കിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. U is equal to set of 0, 1, 2, 3, 4, etc. 8 to N. A is equal to set 1, 3, 5, 7 and B is equal to set 2, 3, 4, 5, 6. Verify A intersection B all complement equal to A complement union B complement. What is this? De Morgan's law ന്റെ രണ്ടാമത്തെ കാര്യം അല്ലേ? ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾ ആദ്യം ഇതിൻ്റെ LHS എടുത്ത് വെക്കുക. LHS is equal to A intersection B all dash. ഇതിലേക്ക് നമുക്ക് A intersection B ആദ്യം വേണം. എൻ്റെയും ബിൻ്റെയും കോമൺ എലമെൻറ്റ്സ് പറയൂ. അതിലേതൊക്കെ കോമൺ ഉള്ളത്? 3 കോമൺ ആണ്, 5 കോമൺ ആണ്, ഇത്രയേ ഉള്ളൂ. ഇനി വേണ്ടത് A ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. A ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു, കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 3ഉം 5ഉം പോയാൽ 0, 1, 2, 4, 6, 7, 8 ഇത്രയും ആൾക്കാർ ബാക്കിയാവും. ദിസ് ഈസ് LHS. ഇനി RHSലേക്ക് വേണ്ടത്, RHS റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വേണ്ടത് A ഡാഷ് യൂണിയൻ B ഡാഷ് ആണ്. അപ്പോൾ ആദ്യം അതിൽ നമുക്ക് A ഡാഷ് കണ്ടുപിടിക്കാം. A ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിനെ ഇതിൽ നിന്ന് ഒഴിവാക്കാം. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 1, 3, 5, 7 കുറച്ചാൽ ബാക്കി 0, 2, 4, 6, 8 ഇത്രയല്ലേ ബാക്കിയാവുക. ഇനി വാട്ട് ഈസ് B ഡാഷ്? ഇനി വേണ്ടത് B ഡാഷ്, B കോംപ്ലിമെൻറ്റ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2, 3, 4, 5, 6 കുറച്ച് കഴിഞ്ഞാൽ 0, 1, 7, 8 ഇത്രയല്ലേ ബാക്കി ഉണ്ടാവുക. ഇനി RHSലേക്ക് വേണ്ടത് therefore A ഡാഷ് യൂണിയൻ B ഡാഷ്. ഇതിൻ്റെ രണ്ടിനെയും ക്ലബ് ചെയ്യുക, യൂണിയൻ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ 0 ഉണ്ടാവും. 0 രണ്ടിലും ഉണ്ടല്ലേ? ഒരു പ്രാവശ്യം എഴുതാവേ. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഇല്ല, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ദിസ് ഈസ് RHS. ഇനി നിങ്ങളൊന്ന് നോക്കൂ, LHSും RHSും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ദിസ് ഈസ് LHS, ദിസ് ഈസ് RHS. രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LHS ഈസ് ഈക്വൽ ടു RHS രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ therefore the result verified. ഈ റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്തു. ഇത് രണ്ടിലും 0, 1, 2, 4, 6, 7, 8 ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ പഠിച്ചല്ലോ. നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഇത് മിക്കവാറും എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ. ബോർഡിൽ കുറേ ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? വെൻ ഡയഗ്രംസ് ആണ്. യൂസിങ് വെൻ ഡയഗ്രം prove that A intersection B union C is equal to A intersection B union A intersection C. What is this? എന്തായതെന്ന് പറഞ്ഞേ. എവിടെ നിങ്ങളിത് കണ്ടത്? ഇൻ്റർസെക്ഷൻ്റെ പ്രോപ്പർട്ടീസിൽ കണ്ടിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓവർ യൂണിയൻ. അപ്പോൾ ഇത് നമ്മൾ എന്ത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്? വെൻ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ, മറ്റ് എക്സാമ്പിൾ ഒന്നും ഇല്ലാതെ ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം LHS കേട്ടോ. ഇത് LHSൻ്റെ ഭാഗമാണ്. ഇത് RHSന് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചതാണ്. RHS അവിടെ നിൽക്കട്ടെ, അങ്ങോട്ട് ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. LHSൽ നമുക്ക് വേണ്ടത് ആദ്യം B യൂണിയൻ C, ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള B യൂണിയൻ C. 3 സെറ്റുകൾ ഉള്ളതുകൊണ്ട് വെൻ ഡയഗ്രത്തിൽ എല്ലായിടത്തും ഞാൻ 3 സെറ്റുകളെ 3 റൗണ്ട് ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ് B യൂണിയൻ C? ഇതിലേക്ക് നോക്കൂ. ഈ ബിയും സിയും യൂണിയൻ ആക്കണം. എങ്ങനെ വെൻ ഡയഗ്രം വരയ്ക്കുക? യൂണിയൻ്റെ ആ 2 സർക്കിളിൻ്റെ അകത്ത് ഷെയ്ഡ് ചെയ്യുക. അങ്ങനെയല്ലേ ചെയ്യുക? ഈ ബീൻ്റെ അകത്തും ഷെയ്ഡ് ചെയ്യുക, ഈ സീൻ്റെ അകത്തും ഷെയ്ഡ് ചെയ്യുക. ഇതല്ലേ B യൂണിയൻ C മക്കളെ? ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഷെയ്ഡിങ് പോയതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളൂ? ബീൻ്റെയും സീൻ്റെയും ഉള്ളിൽ ഷെയ്ഡ് ചെയ്തു. അതിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഷെയ്ഡിങ് വന്നുപോയി. അത് നമ്മളൊരു കാര്യമാക്കണ്ട. ഇതാണ് B യൂണിയൻ C. ഓക്കെ. ഇനി എന്താ വേണ്ടത്? B യൂണിയൻ സിയും എയും ഇൻ്റർസെക്റ്റ് ചെയ്യണം.
ഇതിൻ്റെയും കോമൺ പാർട്ട് എടുക്കണം. ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പം ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെയും എയുടെയും കോമൺ റീജിയൺ എവിടെയാണ്? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തും വരണം, എയിലും വരണം. അപ്പം നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, ഈ ഷെയ്ഡ് ചെയ്തത് എയിലേക്ക് കുറച്ച് കയറി നിൽക്കുന്നില്ലേ, ആ ഭാഗമാണ് രണ്ടാൾക്കുമുള്ള സ്ഥലം. ആരവിടുത്തെ രണ്ടാളും? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം, പിന്നെ ഒന്ന് എ. അപ്പോൾ എയും ഷെയ്ഡ് ചെയ്ത ഭാഗവും കൂടി കോമൺ ആയിട്ട് വരുന്ന സ്ഥലം ഈ ഒരു സ്ഥലമല്ലേ? അങ്ങോട്ട് നോക്കിയതാ, ഈ സ്ഥലം ഷെയ്ഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് എയിലുണ്ട്, ഈ സ്ഥലം ഷെയ്ഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് എയിലുണ്ട്, ഈ സ്ഥലവും ഷെയ്ഡ് ചെയ്തെടുത്തുകൊണ്ട് എയിലുണ്ട്. അപ്പോൾ അത്രയും സ്ഥലം മാത്രമേ നമുക്ക് ഈ ഭാഗത്തേക്ക് എടുക്കേണ്ടതുള്ളൂ. ഇതാണ് ആ സ്ഥലം, ശരിയല്ലേ? എയിലുമുണ്ട്, ബി യൂണിയൻ സിയിലും ഉണ്ട്. അപ്പോൾ ഇതാണ് LHS കേട്ടോ. LHS കിട്ടിയ ഇനി RHSലേക്ക് വേണ്ടത് ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ നോക്കിക്കോളൂ, എ ഇൻ്റർസെക്ഷൻ ബി. എൻ്റെയും ബിൻ്റെയും കോമൺ റീജിയൻ ഇവിടെ ഇതല്ല, എൻ്റെയും ബിൻ്റെയും കോമൺ ഏരിയ എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി വേണ്ടത് എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ സി, എൻ്റെയും സിൻ്റെയും കോമൺ റീജിയൻ എയിലും വരണം, സിയിലും വരണം. ഇതല്ലേ സ്ഥലം. ഇനി വേണ്ടത് ഇതിൻ്റെയും യൂണിയൻ, ഇതും ക്ലബ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. ഈ ഷെയ്ഡിങ്ങും കൂട്ടിച്ചേർത്താൽ എവിടെ ഷെയ്ഡിങ് വരിക? ഈ ഷെയ്ഡിങ് കൊടുക്കണം, മറ്റൊന്നും കൊടുക്കണം, രണ്ടും ഇങ്ങനെ ചേർത്ത് വെക്കുക. കോമൺ അല്ല കേട്ടോ, രണ്ടും കൂടെ ചേർത്ത് വെക്കുക. ഇതുകൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബിയിലെ ഇതും എ ഇൻ്റർസെക്ഷൻ സിയിലെ ഇതും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ ഷെയ്ഡിങ് വരിക. ദിസ് ഈസ് RHS. ഈ LHSും RHSും സെയിം ആണോ നോക്കി, ഇതും സെയിം ആയോ നോക്കും. ഇതിലെ ഷെയ്ഡിങ്ങും ഒരേ സ്ഥലത്തല്ലേ. ഓക്കെ, therefore LHS is equal to RHS, the result verified. ഓക്കെ, നിങ്ങൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെരിഫൈ ചെയ്തു. വെൻ ഡയഗ്രം ഒന്നുകൂടെ ക്ലിയർ ആകാനും കൂടെ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ പഠിച്ചത് ഓപ്പറേഷനിൽ ബാക്കിയുള്ള ഡിഫറൻസും പഠിച്ചു, കോംപ്ലിമെൻറ്റും പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. കുറച്ചുകൂടെ പ്രോബ്ലംസ് നിങ്ങൾ ഈ ഏരിയയും കൂടെ ചെയ്യുമ്പോഴാണ് നല്ലാണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റൻ തരുന്നുണ്ട്, വേഗം എഴുതിയെടുക്കാം. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റൻ ചെയ്യാം. ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റൻ നിർബന്ധമായിട്ടും വരുന്ന ഒരു സെക്ഷൻ നമുക്കിനി എടുക്കാനുണ്ട്. അതായത് ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദ്യം. ഈ യൂണിയനും ഇൻ്റർസെക്ഷനും കോംപ്ലിമെൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ തരത്തിലുള്ളൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ചെയ്യുന്നത് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അതും കുറച്ച് കൂടുതൽ ക്വസ്റ്റൻസും ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ്സോട് കൂടി നമ്മൾ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, ഗുഡ് ബൈ.